അപ്പോൾ വി ഡി സതീശൻ സർക്കാരിന് രണ്ടാം പകലാണ് പൂർത്തിയായത്. വകുപ്പുകളിൽ ഇപ്പോഴും ചില തർക്കങ്ങൾ ഉണ്ടെങ്കിലും സോ ഫാർ സോ ഗുഡ് എന്നതാണ് പൊതുവിലയിരുത്തൽ. മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം സദസ്സിലല്ല വേദിയിൽ തന്നെ കണ്ടതും അതുവരെ കാണാത്തൊരു ജനമഹാസമുദ്രമൊക്കെയുള്ള കാഴ്ചകൾ അതിനു മുമ്പ് കണ്ടതേയല്ല. ആദ്യ ക്യാബിനറ്റ് തീരുമാനങ്ങളും ആനക്കാര്യങ്ങളെന്ന് പറയാവുന്ന അല്ലെങ്കിലും മൊത്തത്തിൽ പ്രസരിപ്പിച്ചത് പോസിറ്റീവ് വികാരമാണ്. അല്ലെങ്കിലും ആകാശത്തിന്റെ കാലുവെട്ടാനോ അതിസമ്പന്നരോ ആവാനായിരുന്നില്ല ആശമാരുടെ സമരം. അന്നത്തെ സർക്കാർ പൂർണ്ണമായി അവഗണിക്കൽ മാത്രമായിരുന്നു. നേതാക്കൾ ആ സമരത്തെ വായിൽ തോന്നിയതൊക്കെ പറഞ്ഞ് അവഹേളിക്കലായിരുന്നു. ആ മുറിവ് ആശമാരുടെ മുറിവായിരുന്നില്ല, കേരളത്തിന്റെ മുറിവായിരുന്നു എന്നുകൂടിയാണ് ആ ഇലക്ഷൻ ഫലത്തിന്റെ ദൃഷ്ടാന്തങ്ങളിലൊന്ന്. അവരെ, അംഗൻവാടി ജീവനക്കാരെ, വയോജനങ്ങളെ അടക്കം ചേർത്തുപിടിക്കലിലൂടെ എമ്പതിയുടെ ഒരു സന്ദേശം കൊടുക്കുന്നുണ്ട് വി ഡി. അതേസമയം രക്ഷാദൌത്യം എന്ന കുപ്രസിദ്ധ ദൌത്യത്തിൽ സമരക്കാരെ വട്ടം കൂടി മണ്ടയടിച്ചു കയറാൻ നേതൃത്വം നൽകിയ കിരാതന്മാരായ ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണ നീക്കം, വളരെ പെട്ടെന്ന് SIT രൂപീകരണം, അത് പ്രതിപക്ഷത്തിന് നൽകുന്ന സന്ദേശമാണ്. മുറിപ്പെട്ട വികാരങ്ങൾ മറക്കില്ലെന്ന സന്ദേശം. ഇന്നലെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ മഹാജനസഞ്ചയം ഈ സർക്കാരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നവരുടെ ജനസഞ്ചയം കൂടിയാണ്. ആ പ്രതീക്ഷ കാക്കാൻ വി ഡി ടീം ക്യാബിനറ്റിന് കഴിയുമോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.